അപ്പം എല്ലാവർക്കും ഓണത്തിന്റെ ഒരു ആശംസകൾ പേഴ്സണലി ഓൺ ബിഹാഫ് ഓഫ് ഫൊക്കാന. ആൻഡ് അതോടൊപ്പം വെസ്റ്റേൺ മലയാളി അസോസിയേഷന് ഗ്രേറ്റ് കുഡോസ്. കാരണം 50 വർഷം ഗോൾഡൻ ജൂബിലി എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. 50 വർഷം ജനങ്ങൾക്ക് വേണ്ടി ഈ ഒരു കോർഡിനേഷനോട് കൂടി 1000-1500 പേരുടെ വലിയ വലിയ സംഖ്യകളിൽ ഓണവും മറ്റു പരിപാടികളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അത് ഇനിയും ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. Let's work together. Thank you very much once again. Wish you a very happy Onam. Onam shows a time when there was so much prosperity, equality, and everyone loved each other. There was no deceit. Here we are talking about Onam. Onam is the time when we all dwell together in peace. Not only that, support each other. Western Malayali Association, as Mr. Thomas Koshi has said, has provided 4,000 meals to the needy in Kerala. That is when we are living in insufficiency, we have the responsibility of taking care of those people who do not have enough. That is what Onam is giving the message. I know the time is limited, therefore I am stopping. I wish you all a wonderful, beautiful, prosperous, equal opportunity. Onam to you all. Thank you. 1975 തുടങ്ങിയ അസോസിയേഷൻ്റെ ആദ്യകാലം മുതൽ ഈ 50 വർഷവും ഇതിൽ ഒരുപക്ഷെ പലരും പറയുന്നത് പോലെ കഴിച്ചുപോയി കിടന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരാളാണ് ഞാൻ. പക്ഷേ ഐ എൻജോയ് ഇറ്റ്. ആൻഡ് ദൈവാനുഗ്രഹം തന്നെ പറയാം, 50ാമത്തെ വർഷം ഞാൻ ഇതിൻ്റെ ചെയർമാനായില്ല. പ്രിയമുള്ളവരെ, എന്നേക്കാൾ പ്രഗത്ഭരായ ഒരുപാട് ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ മൂലമാണ് നമുക്ക് ഈ 50 വർഷം തികയാൻ സാധിച്ചത്. ഇതിൻ്റെ പല പ്രവർത്തകരും, അതായത് പാസ്റ്റ് പ്രസിഡൻറ്റ്സ്, പാസ്റ്റ് സെക്രട്ടറീസ് ആൻഡ് അതർ കമ്മിറ്റി മെമ്പേഴ്സ്, ബോർഡ് ഓഫ് ട്രസ്റ്റീസ്, അവരിൽ പലരും നമ്മളുടെ ഇടയിൽ നിന്ന് വിട്ടുപോയിരിക്കുകയാണ്. ഞാൻ അവരെ എല്ലാവരെയും ഓർത്തുകൊണ്ട് ഒരു 10 സെക്കൻഡ് നമ്മളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് അവർക്കൊരു ആദരാഞ്ജലി നടത്തിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ 50 വർഷവും വെസ്റ്റേൺ മലയാളി അസോസിയേഷൻ ഒരു മത്സരമില്ലാതെ എല്ലാ പൊസിഷനുകളിലും കയറി വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഒരു ഹാപ്പി ഓണം വിഷ് ചെയ്തുകൊണ്ടും ഹാവ് എ നൈസ് പ്രോഗ്രാം, എൻജോയ് എവരിതിങ്. ഹാപ്പി ഓണം. ഇന്ന് വെസ്റ്റേൺ മലയാളി അസോസിയേഷൻ്റെ 50ാം ഓണാഘോഷമാണ്. ന്യൂയോർക്കിലെ ഏറ്റവും വലിയ അസോസിയേഷനും അമേരിക്കയിലെ ഏറ്റവും വലിയ ഓണാഘോഷങ്ങളൊന്നുമാണ് വെസ്റ്റേൺ മലയാളി അസോസിയേഷൻ്റെ ഓണാഘോഷം. ഈ വർഷം 50ആണ്. 50ാം വർഷത്തിൽ ഈ ഓണം ആഘോഷിക്കുന്ന ഇവിടെ എത്തിച്ചേർന്ന ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വെസ്റ്റേൺ മലയാളി അസോസിയേഷന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഇതൊരു വലിയ ടാസ്ക്കാണ്. ഇത് വെരി ഹാർഡ് ജോബ്. തോമസ് കോശി അത് വെൽ ഡൺ. ട്രഷറർ ആൻഡ് വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി എല്ലാവരും തന്നെ നല്ല ടാസ്ക് ചെയ്തു. നിങ്ങളുടെ സഹകരണം തുടർന്നും വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ സംഘടനയുടെ MC ആയിട്ട് ഞാൻ വളരെ ആത്മാർത്ഥതയോടെ അലീന അലക്സാണ്ടറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ആൻഡോ വർഗി എന്നോടൊപ്പം പ്രസിഡന്റായിരുന്നു, സെക്രട്ടറി ആയിരുന്നു, ജോയിന്റ് സെക്രട്ടറി, ട്രഷററായിരുന്നു. ഈ സംഘടനയെ പറ്റി നല്ല നിശ്ചയദാർഢ്യവും കാര്യങ്ങളുള്ള ഏറ്റവും നല്ല ഒരു ടീമാണ് എപ്പോഴും വെച്ചസ്റ്റിനുള്ളത്. അതിബഹുമാന പുരസ്സരം അലീന അലക്സാണ്ടറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു വെരി മച്ച്. Let me start off by saying എല്ലാവർക്കും എൻ്റെ ഹൃദയം നല്ല ഓണാശംസകൾ. But before I begin, I would like to invite my father, Alexander Varghese, for a vote of thanks. And Elementi. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം. ബഹുമാന്യരായ വിശിഷ്ട അതിഥികളെ, WMA കുടുംബാംഗങ്ങളെ, അസോസിയേഷന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെ എത്തിച്ചേർന്നവർക്ക് നന്ദി പറയുകയാണ് ഞങ്ങളുടെ കടമ. ഇത് 2ാം പ്രാവശ്യമാണ് വെസ്റ്റേൺ മലയാളി അസോസിയേഷന് വേണ്ടി ഞാൻ ഈ നന്ദി രേഖപ്പെടുത്തുവാൻ എനിക്ക് കിട്ടിയ ഭാഗ്യം. ഇത് ഒരു പരാതി ഉള്ള ഒരു ജോലിയാണ്. നമ്മൾ പൈസ ചോദിക്കുമ്പോഴും ഒരു പരാതി പറയും, എന്നാൽ നന്ദി പറയാൻ വിട്ടുപോയാലും ഒരു പരാതി പറയും. അങ്ങനെ പരാതിയുടെ ഒരു കൂമ്പാരമാണ് ഈ ഒരു ജോലി. പിന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട അതിഥികൾക്ക് പ്രത്യേകമായി വെസ്റ്റേൺ മലയാളി അസോസിയേഷൻ്റെ പേരിലും
ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് നന്ദി പറയാനുള്ളത് വെച്ചസ്റ്റർ മലയാളി അസോസിയേഷൻ്റെ ഇവിടെ കുടുംബാംഗങ്ങളാണ്. എപ്പോഴും ഈ അസോസിയേഷൻ്റെ പേര് പറഞ്ഞു ചെല്ലുമ്പോൾ കൈനിറഞ്ഞ് സഹായിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്ന നമ്മുടെ അസോസിയേഷൻ്റെ കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകമായ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നന്ദി, നമസ്കാരം, ഹാപ്പി ഓണം. എല്ലാവർക്കും നമസ്കാരം. എനിക്കിതിനകത്തൊരു പാർട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. നിങ്ങളുടെ എല്ലാവരുടെയും ഈ സഹകരണവും കൂട്ടായ്മയും ഇല്ലായിരുന്നു എങ്കിൽ ഈ വെസ്റ്റസ്റ്റർ മലയാളി അസോസിയേഷൻ ഇത്രയും ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും സാധിക്കില്ലായിരുന്നു. ഞാൻ ടിക്കറ്റും കൊണ്ട് ഓരോരുത്തരുടെ അരികിൽ ചെല്ലുമ്പോഴും എന്തോ ഒരു സന്തോഷത്തോടു കൂടിയായിരുന്നു ആൾക്കാർ ടിക്കറ്റ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. എനിക്കറിയാം എല്ലാവരും പരിപാടി കാണാൻ ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണെന്ന്. ഞാൻ ദീർഘിക്കുന്നില്ല. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. Let me start off by saying, everybody, happy Onam. Together, we've gathered here today not just to celebrate a festival, but to celebrate our culture, our heritage, and our togetherness. From the delicious Orna Sadhya to the vibrant Pukalam, from the graceful Thiru Adira to the beautiful outfits worn today, is about cherishing what makes us proud to be Malayalis. We have an exciting lineup of cultural performances, music, and entertainment prepared especially for you. So sit back and relax and get ready to be a part of an afternoon filled with joy, laughter, and festive spirit. First, I'd like to welcome for our Orna Patta. Snehama, priya
കടലും കടൽപ്പുറവും കടലുള്ളിടത്തെല്ലാം കടൽ കടന്ന് ഇന്ന് ഇക്കരെ ഈ ഏഴാം കടലിൽ ഇക്കരെ എത്തി ഒത്തിരി കടുത്ത് അധ്വാനിച്ച് ഏറെ അഭിമാനത്തോടെ ജീവിക്കുന്ന മലയാളികളായ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയംഗമായ സ്വാഗതം. മതസൗഹാർദ്ദത്തിന് ഏറെ പേരുകെട്ട നാടാണല്ലോ നമ്മുടെ മലയാള നാട്. ആ മതസൗഹാർദ്ദം നാം എന്നും കാത്തു സൂക്ഷിക്കേണ്ടവരാണ്, കാത്തു സൂക്ഷിക്കുന്നുമുണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ആപ്തവാക്യം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് മിമിക്രിയിലൂടെ ഒന്ന് കടന്നയല്ല. പ്രിയമുള്ളവരെ, ഞാൻ കലാഭവൻ ലാൽ. കുഞ്ചുമളയിട്ട് കൈകൊട്ട് കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ കുഞ്ചുമളയിട്ട് കൈകൊട്ട് കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ കുഞ്ചുമളയിട്ട് കൈകൊട്ട് കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ കുഞ്ചുമളയിട്ട് കൈകൊട്ട് കരുമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്ക് മാറ്റുന്നുണ്ടായ കല്യാണം കരുമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്ക് മാറ്റുന്നുണ്ടായ കല്യാണം നാദസ്വരം വേണം തകില് വേണം പിന്നെ ആശാചേതന്റെ തപ്പു വേണം നാദസ്വരം വേണം തകില് വേണം പിന്നെ ആശാചേതന്റെ തപ്പു വേണം കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ കുഞ്ചുമളയിട്ട് കൈകൊട്ട് കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ കുഞ്ചുമളയിട്ട് കൈകൊട്ട് വിടാതെ കേറിയിരിക്കുന്ന ഏത് പാതയാണെങ്കിലും ഒഴിഞ്ഞു പോണ എന്റെ ഭഗവാനെ. ഹലോ, നമസ്കാരം സ്വാമി. അയ്യോ, സ്വാമി പറയുന്ന പോലെ മഞ്ഞൾ വെള്ളവും തുമ്പപ്പൂ എല്ലാം തളിക്കുന്നുണ്ട്, പക്ഷെ ഒരു ഫലവും കാണുന്നില്ല. ശരി 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 ഏട്ടാ. എന്റെ ദൈവമേ, ഒരു സ്റ്റേഷൻ മൊത്തം നിന്ന് വിറപ്പിച്ചോണ്ടിരുന്ന മനുഷ്യനാ ഇപ്പൊ നിന്ന് വിറക്കുന്ന കണ്ടില്ലേ? ചേട്ടാ, പ്രഫുല്ല ചേട്ടാ, എന്താ ഇച്ചി മുള്ളണമെങ്കിൽ പോയി മുള്ളിട്ട് വാച്ചയില്ലേ? ദൈവമേ, സ്റ്റേഷനിൽ എത്ര കള്ളന്മാരെ ഒറ്റയടിക്ക് മുള്ളിച്ചിട്ടുള്ള മനുഷ്യനാ ഇപ്പൊ ഒറ്റയ്ക്ക് മുള്ളാൻ പോവാൻ വരെ പേടി. ഒരാഴ്ചയായിട്ട് ഞാൻ നിങ്ങളോട് മാറി മാറി ചോദിച്ചോണ്ടിരിക്കുക, എന്താ നിങ്ങളുടെ പ്രശ്നം, എന്താ നിങ്ങൾക്ക് പറ്റിയത്, ഇനിയെങ്കിലും എന്നോടൊന്ന് തുറന്ന് പറയും. പേടിക്കണ്ട പേടിക്കണ്ട, ഈ രമയോട് പറഞ്ഞ എന്താ കാര്യം ഒന്ന് പറ. കഴിഞ്ഞ വെള്ളിയാഴ്ച സ്റ്റേഷൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാനൊരു 10-12 മണിയായപ്പോഴാണ് അവിടെ പോകുന്നത്. ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോ വഴിയിൽ ഒരു കള്ളനെ കണ്ടു. കള്ളനെ കണ്ട് നിങ്ങൾ എത്ര പേടിക്കുന്നത്? കള്ളനല്ലേ ചേട്ടനെ കണ്ട് പേടിക്കേണ്ടത്. അവൻ എന്നെ കണ്ട് പേടിച്ച് ഓടി. വണ്ടി നിർത്തി അവന്റെ പിന്നാലെ ഞാൻ ഓടി. എന്നിട്ട് അങ്ങനെ ഞാൻ ഓടി 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 അവൻ ഓടി ഒരു മരക്കാരത്തുമ്പോ ചാടി കയറി. ചേട്ടന് കയറാൻ തൊട്ട് പുറകെ ഞാനും കയറി. അവളൊന്ന് എടുത്ത് ചാടി, അവൻ പിന്നെ ഓടി. പിന്നെ ഓടി അവനൊരു മതിലെടുത്ത് ചാടി. ചേട്ടന് ചാടിയില്ലേ? തൊട്ട് പിന്നാലെ അവന്റെ പുറകെ ഞാൻ മതിലെടുത്ത് ചാടി. മതില് ചാടിയത് എനിക്ക് ഓർമ്മയുള്ളൂ. ചാണകക്കുഴിയിലാണ് വീണത്. അതൊക്കെ സിനിമയിലെ കോമഡിയല്ലേ. ഞാൻ ചെന്ന് വീഴുന്ന ഒരു ശ്മശാനത്തിലായിരുന്നു. അയ്യോ, പ്രേതങ്ങളുടെ താഴ്ന്ന ഒരു ശ്മശാനം. എന്റെ പൊന്നേ, ചേട്ടൻ പ്രേതത്തിനെ കണ്ട? ഞാൻ കണ്ട്. അപ്പൊ അവനെ ഞാൻ കണ്ടില്ല. അതുമല്ല, അങ്ങനെ എല്ലാവർക്കും പ്രേതങ്ങളെ കാണാൻ പറ്റൂല. അത് 3D കണ്ണാടി വെച്ചാലും കാണാൻ പറ്റില്ല. അതല്ല, ചില ആളുകൾക്ക് മാത്രമേ പ്രേതങ്ങളെ കാണാൻ പറ്റുള്ളൂ. ഒന്നും പേടിക്കേണ്ട, ഇതൊക്കെ പരിഹാരമുണ്ട്. ചേട്ടൻ ഇങ്ങനെ ഒരാഴ്ച ഈ വീട്ടിൽ കുത്തിയിരുന്നു കഴിഞ്ഞാൽ ചേട്ടൻ ജോലി പോവില്ലേ? പഴയ പോലെ നല്ല ഉഷിരുള്ള SI പ്രഫുല്ലചന്ദ്രൻ ആവണ്ടേ? അതിനെ ഞാനൊരു മെന്റലിസ്റ്റിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എനിക്കെന്താ വല്ല ഭ്രാന്താണോ കണ്ട മെന്റലിസ്റ്റിലേക്ക് കാണിക്കാൻ വേണ്ടി? അയ്യോ, ഇത് ഭ്രാന്തിന് ചികിത്സിക്കുന്ന ആളല്ല. ഇതെന്ന് പറഞ്ഞാൽ മൈൻഡ് റീഡർ ആണ്. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അയാൾ അതിനെയൊക്കെ നല്ല പുഷ്പം പോലെ പറിച്ചെറിഞ്ഞ് ദൂരത്തോട്ട് വിളിച്ച അയാൾ ഇപ്പൊ വരും. ചേട്ടൻ ഇവിടെ ഇരുന്നേ. നമസ്കാരം. എന്താന്ന് അറിയാൻ പാടില്ല ഡോക്ടർ, എന്തോ പേടി കിട്ടിയിട്ടുണ്ട്. എന്തോ പിശാശോ എന്തോ പ്രേതബാധ എന്തോ ഉണ്ട്. ഡോക്ടർ ഒന്ന് കണ്ടുപിടിച്ചു തരണം. എന്താണ് ശരിക്കും എന്താണ് സംഭവിച്ചത്? എന്താണ്? ഞാൻ കാണാൻ പാടില്ലാത്ത
ഇതൊക്കെ കണ്ട് ഒരു മിനിറ്റ് ഒന്ന് പറയും. നമ്മൾ ഗവൺമെന്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തേക്കുന്ന സൈറ്റുകളുണ്ട്. നമ്മളെ എത്ര മനസ്സ് നമ്മൾ അനുവദിച്ചാലും നമ്മൾ കയറിയത് കേസാകും. എന്റെ പേര് 3 കേസുണ്ട്. ഇതിന്റെ കേസല്ലേ ഞാൻ പറഞ്ഞത്. ഞാനേ അതിനകത്ത് 12 മണിക്ക് ശേഷം വെള്ള സാരി കൊടുത്തൊരു സാധനം കണ്ടത്. അപ്പൊ രാത്രി ബസ് സ്റ്റാൻഡിൽ കിടന്നുള്ള കറക്കൊണ്ട് എന്റെ നാടപെടാ വന്നത്. എന്റെ നീലേശ്വരൻ വെറുതെ അല്ല, എന്ത് ചോദിച്ചാലും ഒരു നീലമയത്തിലേക്ക് താ പോണത്. ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ വ്യക്തമായിട്ട് പറയാനേ. സാക്ഷാൽ യക്ഷിനെ ഞാൻ കണ്ടെന്ന്. രക്തമൊലിപ്പിച്ച് പല്ലുകളിങ്ങനെ നീട്ടി മുടി ഇത്ര മുട്ടറ്റം മുടിയായിട്ട് നിൽക്കണ വെള്ള സാരി കൊടുത്ത യക്ഷിനെ ഞാൻ നേരെ കണ്ടത്. കുഴപ്പമില്ല. ഇദ്ദേഹത്തിന്റെ ദേഹത്ത് കയറിയിരിക്കുന്ന പൈശാചിക ശക്തിയെ പൈസ കൊടുത്താൽ നമുക്ക് വെളിയിലിറക്കാം. പൈസ എത്ര വേണമെങ്കിലും തരാൻ ഡോക്ടറെ. സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ. കണ്ട പിശാചിന് പ്രേതത്തിനൊന്നും കൈക്കൂലി കൊടുത്തിട്ട് എന്റെ ശരീരത്തിൽ നിന്ന് ഇറക്കിവിടാൻ ഞാൻ സമ്മതിക്കില്ല. 10 പൈസ ഞാൻ കൊടുക്കില്ല. ഇത് അങ്ങനെ പ്രേതങ്ങൾക്കല്ല. ഒരു നിങ്ങളുടെ ദേഹത്തേക്ക് ഇപ്പൊ വന്നിരിക്കുന്നത് ഒരു പൈശാചിക ശക്തിയാണ്. ആ ശക്തിയെ ഞാൻ തിരിച്ചെടുക്കാമെന്നാ പറഞ്ഞത്. പൈസ എത്ര വേണമെങ്കിലും തരാൻ ഡോക്ടറെ. ശരിക്കും പറഞ്ഞ എന്റെ ചേട്ടന് എന്താണ് ഇത്? ദ്വന്ദ്വ വ്യക്തിത്വമാണ്. ഏയ് ആണ്. ഒരിക്കലും അല്ല. കാരണം അങ്ങനെ വ്യക്തിത്വമുള്ള ഒരുത്തനല്ല ഇങ്ങനെയുടെ തന്ത. അറിയാൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ തന്തയുടെ കഥ. അയ്യോ മഹാഭൂതം. തന്ത വ്യക്തിത്വം അല്ല, പിന്നെ ദ്വന്ദ്വ വ്യക്തിത്വം. തന്തയുടെ കേസല്ലേ? തന്തയുടെ കേസല്ല, അയ്യോ ദ്വന്ദ്വ വ്യക്തിത്വം, അപര വ്യക്തിത്വം, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. അയ്യോ എന്റെ ദൈവമേ, എന്തോരം ബാധയാണ് എന്റെ ചേട്ടന്റെ ദേഹത്ത് കയറിയിരിക്കുന്നത്. മതി ഡോക്ടർ, ഇനി അധികം സംസാരിക്കല്ലേ. ഇനി ചേട്ടൻ അങ്ങ് ഉറക്കി കിടത്തിയിട്ട് മറ്റേ പരിപാടി ചെയ്യും. അയ്യോ അതല്ലെന്ന്, പിന്നെ ഉറക്കി കിടത്തിയിട്ട് മറ്റേ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ മറ്റേ അറിയുന്ന എന്റെ ഉള്ളിലൊന്നുമില്ല, ഞാൻ നിഷ്കളങ്കനാണ്. പിന്നെ എന്ത് നിഷ്കളങ്കനായിട്ട് നിങ്ങൾ ആളിനെ പോലെ വരച്ചോണ്ടിരിക്കുന്നത് എന്തോ ഉണ്ട് ഡോക്ടറെ. ഞാൻ റെഡിയാക്കി തരാം. നിങ്ങളുടെ മനസ്സിലുള്ള എന്തോ ഒരു ഭീതി ഉണ്ട്. ആ സാധനം എന്താണെന്നുള്ളത് എനിക്ക് നമുക്ക് പിടിക്കാം. ഒരു മൈത്രി അത് എടുക്കാൻ പറ്റും. നിങ്ങളുടെ മനസ്സിൽ നിന്ന് പുഷ്പങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും. വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും. ഉറപ്പാണ്. നിങ്ങൾ എന്നോട് സഹകരിക്കണം, എന്നോട് കോപ്പറേറ്റ് ചെയ്യണം. അല്ല എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ കോപ്പറേറ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ? പ്ലീസ് അവിടെ ഇരിക്കണം. കൈകൾ നൂറ് തൂക്കൂ, കണ്ണുകൾ അടയ്ക്കും. ഡീപ് ബ്രീത്ത്. ബ്രീത്ത് ഔട്ട്. സ്ലീപ്. 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 ബ്രീത്ത്. ഡോക്ടറെ ചേട്ടൻ ഉറങ്ങി. എങ്ങോട്ടേലും പോയാലും ചേട്ടന്റെ വീട്ടിൽ ഇറങ്ങിപ്പോടാ. അടുത്ത ഘട്ടത്തിലേക്ക് പോയാലോ? ട്രീറ്റ്മെന്റിന്റെ അടുത്ത ഘട്ടത്തിലേക്ക്. പിന്നെ ഡോക്ടറെ എനിക്ക് 2 കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. അത് എന്നെ കഴിഞ്ഞ 2 മാസമായിട്ട് ഇങ്ങേരുടെ ശമ്പളം ഈ വീട്ടിലോട്ട് എത്തിയിട്ടില്ല. അത് എവിടെ പോയി അതെനിക്കറിയാം. ചോദിച്ചു, നേരിട്ട് ചോദിച്ചു. എന്ത് വേണമെങ്കിലും ചോദിച്ചു. നിങ്ങൾ ചോദിക്കുന്നതിന്റെ എല്ലാ കാലത്തും പുള്ളിക്ക് ഇനി കളർ പറയാൻ പറ്റില്ല. ഞാൻ ചോദിച്ചോട്ടെ? കുഴപ്പമില്ലല്ലോ, ചോദിച്ചോട്ടെ. പ്രഫുല്ലൻ ചേട്ടാ, ചേട്ടാ രമയാണ് രമ. പിന്നെ കഴിഞ്ഞ 2 മാസമായിട്ട് ചേട്ടന്റെ സാലറി കിട്ടുന്നുണ്ടായിരുന്നില്ലേ? അതെവിടെ പോയി? അതെവിടെ പോയി? ആർക്ക് കൊടുത്തെന്ന്? സാലറി ജാസ്മിന് കൊടുത്ത്. ജാസ്മിന്? ഏത് ജാസ്മിൻ? ഏതാ ഈ ജാസ്മിൻ എന്ന്? പോലീസ് സ്റ്റേഷനെ പടിഞ്ഞാറുള്ളത് ആ ഇടവഴിയില്ലേ, അതിലേ പോകുമ്പോ കാണുന്ന ഫസ്റ്റ് വീട്ടിലെ ജാസ്മിൻ. അത് വെള്ളാരം കണ്ണുള്ള വെള്ളപ്പൊടിയുള്ള കാണാൻ നല്ല ഭംഗിയുള്ള സുന്ദരി കുട്ടിയാണ് ജാസ്മിൻ. അല്ല അവളെ അവക്ക് ഫേഷ്യൽ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ബ്യൂട്ടി പാർലറിൽ പോകണം എന്ന് പറഞ്ഞപ്പോ 2 മാസത്തെ ശമ്പളം ഞാൻ അങ്ങ് കൊടുത്തു. അടുത്ത മാസത്തെ ശമ്പളം ഞാൻ കൊടുക്കട്ടെ. അവള് പെഡിക്യൂർ ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ കൂടെ ഞാൻ ഇത്രയും നാളെ ജീവിച്ചിട്ട് നിങ്ങൾക്ക് എന്നോട് തുള്ളി കൂറില്ലാതെ പോയല്ല. നമുക്ക് നിങ്ങൾ പെഡിക്യൂർ കൊടുക്കും, പൈസ കൊടുക്കാൻ പോണല്ലേ? എനിക്ക് ഇനി ഒന്നും ചോദിക്കട്ടെ. ഇങ്ങനെ വളർത്താൻ യക്ഷി മർദ്ദയുടെ കാര്യം എനിക്കറിയണ്ട. അതെ, ഹലോ കേക്കാലോ? അതായത് കള്ളരിയിട്ട് ഓടിച്ചപ്പോഴാണല്ലോ നിങ്ങൾ മതിലെടുത്ത് ചാടിയെന്ന് പറയുന്നത്. ഏത് കള്ളരിട്ട് ആരും ഓടിച്ചു? അയ്യോ, അന്ന് രാത്രി 11 മണിക്ക് വെള്ളിയാഴ്ച കള്ളരിയിട്ട് ഓടിച്ചില്ലേ? കള്ളനെ ഓടിച്ചല്ല, അത് ഞാൻ അവളോട് നോണ പറഞ്ഞു. എന്താണ് സംഭവം? ഞാനന്ന് ജാസ്മിന്റെ വീട്ടിൽ പോയതാണ്. ജാസ്മിന് പരിപ്പോടെയും പൊരിഞ്ഞ പരിപ്പോടെ ചൂടും പരിപ്പോടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ 10 പരിപ്പോടെയും മേടിച്ചിട്ട് ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയി. അവിടെ ഞങ്ങൾ 1ഉം 2ഉം പറഞ്ഞ് വർത്താനം പറഞ്ഞ് രാത്രി ഒരു 10-12 മണിയായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ. ഇറങ്ങിയ മഞ്ഞ വഴിക്ക് തൊട്ടപ്പുറത്തെ വീട്ടിലെ പട്ടി എന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ സാറ് പോലീസല്ലേ? പട്ടിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ പോലീസാണ്. എന്നെ നോക്കി കുരച്ച് രാത്രി എന്നെ ഓടിച്ചിട്ട് അങ്ങനെ ഓടി 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 ഞാനൊരു മതിലെടുത്ത് ആടിയപ്പോ അത് ശ്മശാനം വരുന്നത്. അങ്ങനെ പറ്റിയതാണ്. അറിയാനുള്ള കാര്യങ്ങൾ എന്റെ
ഡോക്ടറെ? ഐസ് ഓപ്പൺ, ഐസ് ഓപ്പൺ, വേക്കപ്പ്, വേക്കപ്പ്, ഐസ് ഓപ്പൺ. അങ്ങോട്ട് എഴുന്നേക്കാൻ. ഓക്കെ ഞാൻ ഓക്കെ, എനിക്കിപ്പോ ഒരു ഉഷാറിട്ടുണ്ട്. കൂളായില്ലേ? ഓക്കെ എന്റെ ഉള്ളിലല്ല, എന്തോ ഒരു ചിറകടിച്ച് സാധനങ്ങൾ പറന്നു പോയാലേ എനിക്ക് തോന്നണത് ബാധയിരുന്നാണ്. അതെ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ചിറകടിച്ച് ഇങ്ങനെ പറന്നു പോയ ബാധ ആരാന്നറിയാമോ? ആരാണ്? ആ ജാസ്മിൻ. ജാസ്മിനാ? ഏത് ജാസ്മിൻ? ജാസ്മിൻ നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? നിങ്ങൾ സ്റ്റേഷന്റെ അപ്പുറത്ത് താമസിക്കുന്ന ആ ജാസ്മിൻ. 2 മാസമായിട്ട് നിങ്ങൾ സാലറി ഇവിടെ തരുന്ന അവൾക്ക് നിങ്ങൾ ചമഞ്ഞറിയാനായിട്ട് ബ്യൂട്ടി പാർലറിൽ കൊടുത്തതാണല്ലേ? എന്ത് തെണ്ടിത്തരമൊക്കെ എന്റെ ഭാര്യനോട് കൊടുക്കുന്ന പറഞ്ഞു കൊടുത്താണ്. ഏതാണ് ജാസ്മിൻ? അനാവശ്യമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാനുള്ള അങ്ങേരെ അടിക്കാനോ നിൽക്കട്ടെ. നിങ്ങൾ ഇവിടെ ബോധമില്ലാതെ വിളിച്ചു പോയ കാര്യങ്ങൾ ഏതൊക്കെ? നിങ്ങൾ തന്നെ. നിങ്ങൾ ഇവിടെ മയങ്ങി കിടന്നപ്പോഴത്തേക്ക് ഡോക്ടറെ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ എണ്ണി പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെ? അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ച് ഇനി നമ്മൾ തമ്മിൽ ജീവിക്കണം. ഇതിന് ഇങ്ങനെ തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം. എന്നോട് പറയട്ടെ, ഞാൻ എന്റെ വീട്ടിലോട്ട് പോവാം. ബോധം നിങ്ങൾ ഞാൻ ശരിയാക്കുന്നുണ്ട്. അതെ, ഞാൻ വളരെ ഹാപ്പിയാണ്. ട്രീറ്റ്മെന്റ് വളരെ സക്സസ് ആണ്. ബാധ ഒഴിഞ്ഞു പോയി. ആളെ ഒഴിഞ്ഞു പോകണം. ഏത് ബാധ? എല്ലാ കാര്യങ്ങളും കലങ്ങി തെളിഞ്ഞ സ്ഥിതിക്ക് എന്റെ പേയ്മെന്റ് എന്നാൽ എനിക്ക് പോകാൻ പറ്റും. ഏത് ബാധ ഒഴിഞ്ഞു പോയി? ഇത്ര നാള് താങ്കളുടെ തലയുണ്ടായിരുന്ന താങ്കളുടെ ഭാര്യയില്ലേ, അത് ഒഴിഞ്ഞു പോയില്ലേ? അതാണ് ബാധ. അതിന് ഞാൻ നിനക്ക് പേയ്മെന്റ് തരാം. എനിക്ക് പേയ്മെന്റ് തന്നോ? അയ്യോടെ വന്നേക്കടാ. ഈ കോമഡി സ്കിറ്റിലെ നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്തുന്നു. പ്രഫുല്ല ചന്ദ്രൻ, ഹരിലാൽ നായർ, രമ, വിനീത വിജീഷ്, മെഥഡിസ്റ്റ് ശബരിനാഥ്.
ഗോപാംഗനെ ആത്മാവിലെ സ്വരമുരളിയിലൊഴുകും താരങ്കയിൽ പാലോടുമെമ്പരമംഗളകലികേ രാധികേ വരൂ വരൂ നിലാവിൻ പാവള്ളിയിലാടാനോ അനേ വരൂ വരൂ വസന്തം പൂതേ ചോരായി കരവീരൻ തലയിലയിൽ മാതൃപ്പൊന്നിലയിൽ രാസലോലയാമമാടി തരളിതമായി ഗോപാംഗനെ ആത്മാവിലെ സ്വരമുരളിയിലൊഴുകും താരങ്കയിൽ പാലോടും പരമംഗളകലികേ Ages 4 to 17, these beautiful girls perform with such graceful talent. While they're taking the picture, I would like to welcome Margam Kali by Westchester Angels, participants Namita Babu, Neetu Charian, Neetha Ann Abraham, Sunitha Thomas, Minnie Abraham, Sweetie John, Helen Palos, Millen Palos, Havana Matthew, Jincy Mary Varghese.